നീലഗിരി താറുകളുടെ പ്രജനനകാലത്തെ തുടർന്ന് അടച്ചിട്ടിരുന്ന ഇരവികുളം ദേശീയോദ്യാനം ഇന്ന് വീണ്ടും തുറക്കും. വരയാടുകളുടെ പ്രജനനകാലത്ത് 2 മാസത്തേക്കായിരുന്നു സഞ്ചാരികൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നത്. മധ്യവേനലവധി ആരംഭിച്ചതോടെ മൂന്നാറിലേക്ക് എത്തുന്ന സഞ്ചാരികളുടെ എണ്ണത്തിൽ വർധനവുണ്ട്. ഉദ്യാനം തുറക്കുന്നതോടെ സഞ്ചാരികളുടെ തിരക്ക് വരും ദിവസങ്ങളിലും വർദ്ധിക്കുമെന്നാണ് വിലയിരുത്തൽ. വരയാടുകളുടെ പ്രജനന കാലവുമായി ബന്ധപ്പെട്ട് 2 മാസങ്ങൾക്ക് മുൻപടച്ച ഇരവികുളം ദേശീയോദ്യാനം വീണ്ടും സന്ദർശകർക്കായി തുറക്കുകയാണ്. ഇന്നു മുതൽ ഉദ്യാനത്തിൽ സന്ദർശകരെ പ്രവേശിപ്പിച്ചു തുടങ്ങും. രാവിലെ 8 മുതൽ വൈകിട്ട് 4 വരെയാണ് സന്ദർശകർക്കുള്ള പ്രവേശന സമയം. ജനുവരി 31-നാണ് ഉദ്യാനം അടച്ചത്. പുതുതായി പിറക്കുന്ന കുഞ്ഞുങ്ങളുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതോടൊപ്പം വരയാടുകളുടെ പ്രജനനം സുഗമമായി നടക്കുന്നതിനുമായാണ് എല്ലാ വർഷവും ഇക്കാലയളവിൽ പാർക്ക് അടയ്ക്കുക. വരയാടും കൂട്ടം കുട്ടികളുമായിട്ടെല്ലാം നമ്മുടെ പാർക്കിലേക്ക് എത്തി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി വരുന്ന സഞ്ചാരികൾക്ക് എല്ലാവർക്കും നല്ലൊരു ദൃശ്യവിരുന്നൊരുക്കി ഇരവികുളം നാഷണൽ പാർക്ക് ഏപ്രിൽ 1 തുറക്കുകയാണ്. കൂടാതെ കഴിഞ്ഞ വർഷത്തെ പോലെ നിങ്ങൾ അറിയാം, വിർച്വൽ റിയാലിറ്റി പാർക്ക് നമ്മുടെ ഇന്ത്യയിൽ തന്നെ ചിലപ്പോൾ നാഷണൽ പാർക്കും വൈൽഡ് ലൈഫ് സാഞ്ചുറിയൊക്കെ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇരവികുളത്ത് മാത്രമാണ് ആ ഒരു സംവിധാനം നമ്മൾ ഒരുക്കിയിട്ടുള്ളത്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഏകദേശം 827 വരയാടുകളാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തെ സെൻസസ് പ്രകാരമുള്ളത്. കുട്ടികൾ ഒരു 144 കുട്ടികളാണ് കഴിഞ്ഞ പ്രാവശ്യത്തെ സെൻസസിൽ നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഈ വർഷവും കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ ഏപ്രിൽ 4-ാമത്തെ ആഴ്ചയാണ് നമ്മൾ സെൻസസ് പ്ലാൻ ചെയ്യുന്നത്. അതിൻ്റെ ഡേറ്റ് ഫിക്സ് ആയി വരുന്നേ ഉള്ളൂ. ഈ സീസണിൽ ഇതുവരെ 80-ലധികം വരയാടിൻ കുഞ്ഞുങ്ങൾ പിറന്നതായാണ് അനൌദ്യോഗിക കണക്ക്. ഏപ്രിൽ 20-ന് ശേഷം ഇത്തവണത്തെ വരയാട് സെൻസസ് നടത്തുമെന്ന് വനം വകുപ്പ് അറിയിച്ചു. കണക്കെടുപ്പ് പൂർത്തിയാകുന്ന മുറയ്ക്ക് മാത്രമേ പുതിയതായി പിറന്ന വരയാടിൻ കുഞ്ഞുങ്ങളുടെ എണ്ണം സംബന്ധിച്ച കൃത്യമായ വിവരം ലഭിക്കുകയുള്ളൂ. മധ്യവേനലവധി ആരംഭിച്ചതോടെ മൂന്നാറിലേക്ക് എത്തുന്ന സഞ്ചാരികളുടെ എണ്ണത്തിലും വർധനവുണ്ടായിട്ടുണ്ട്. ഇരവികുളം ദേശീയോദ്യാനം തുറക്കുക കൂടി ചെയ്യുന്നതോടെ സഞ്ചാരികളുടെ തിരക്ക് വർദ്ധിക്കും. ഇരവികുളം തുറക്കുന്നതോടെ ഉത്തരേന്ത്യയിലെ വിനോദസഞ്ചാരികളെയും വനം ടൂറിസം വകുപ്പുകൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ന്യൂസ് മലയാളം, ഇടുക്കി.